ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് മോഷനിലെ കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ബേസിക്സ് ഒക്കെ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫ്സ് എങ്ങനെയാണ് ഡ്രോ ചെയ്യുക, അതുപോലെ ഓരോ ഇക്വേഷൻസ് എങ്ങനെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്താണ് ഗ്രാഫ് എന്ന് പറയുന്നത്? ഗ്രാഫിന് എത്ര ആക്സിസ് ഉണ്ട്? പോസിറ്റീവ് ആക്സിസ് എന്താണ്? നെഗറ്റീവ് ആക്സിസ് എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിനുശേഷം പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക, അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്? ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷൻ ഡയഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂവിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇതിന് 2 ആക്സിസ് ആണുള്ളത്. ഒരു എക്സ് ആക്സിസും ഉണ്ട്, ഒരു വൈ ആക്സിസും ഉണ്ട്. ഇതിൽ ഒ എന്ന പോയിന്റ് ആണ് എന്ത് ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഒ എക്സ് ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. അതുപോലെ ഒ വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ഒ വൈ ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്സിസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രാഫിനെ പറ്റി അറിയുന്നതായിരിക്കും. എന്താണ് ഗ്രാഫ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. എന്താണ് ഈ ഗ്രാഫിന്റെ ഉപയോഗം? നമുക്ക് 2 ക്വാണ്ടിറ്റീസിന്റെ റിലേഷൻസ് നമുക്ക് ഈ ഒരു ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ചിത്രീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഗ്രാഫിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാത്തമാറ്റിക് കാൽക്കുലേഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഗ്രാഫിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുക? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു റഫ് ഫിഗർ വരയ്ക്കാം. റഫ് ഫിഗറിൽ നമുക്ക് ഈ ഒരു എക്സ് ആക്സിസിൽ ടൈമും അതുപോലെ വൈ ആക്സിസിൽ നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷനും കൊടുക്കാം. ഈ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. പൊസിഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് 0 ടൈമിൽ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അവിടെ നമുക്ക് മാർക്ക് ചെയ്ത്. ഇനിയിപ്പം 1 സെക്കൻഡിലാകുമ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇനി 2 സെക്കൻഡിൽ പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. 3 സെക്കൻഡിൽ എന്താണ്? പൊസിഷൻ 3 ആണ്. നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾ ഇതുപോലെ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ സ്കെയിലും മാർക്ക് ചെയ്ത് വെക്കുക. ഓരോന്നിൻ്റെ സ്കെയില് മാർക്ക് ചെയ്താൽ മറന്നു പോകരുത്. എക്സ് ആക്സിസിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 സെക്കൻഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുത്തിരിക്കുന്നത് 1 മീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്കെയില് മാർക്ക് ചെയ്യാതിരിക്കാൻ മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും ഈ സ്കെയില് മാർക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ. ഇവിടെ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ടൈം പൊസിഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു യൂണിഫോം സ്പീഡിലാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ. അപ്പോൾ ഇവിടെ എന്താണ്? യൂണിഫോം സ്പീഡാണ് ഇവിടെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുക? നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ, ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കൊരു കാറിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 8 സെക്കൻഡ് ആകുന്ന സമയത്ത് ആ കാറിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കാണുക? ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ 8 സെക്കൻഡിലാണോ കാണേണ്ടതെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 8 സെക്കൻഡിൽ കാറ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. ഇനി നിങ്ങളിപ്പം 6 സെക്കൻഡിലുള്ള കാറിൻ്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതുപോലെ തന്നെ വൈയിലേക്കും വരയ്ക്കുക. അപ്പോൾ 6 സെക്കൻഡിലാകുമ്പോൾ എത്രയായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? 30 മീറ്റർ ആയിരിക്കും. ഇവിടെ ഫിഗർ 2.5 ഒരു
ഗ്രാഫ് നൽകിയിട്ടുണ്ട്. ആ ഗ്രാഫിലെ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈം നോക്കുക, 0 സെക്കൻഡിൽ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. 2 സെക്കൻഡിലാവുമ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ്, 10 ആണ് വരുന്നത്. 4 സെക്കൻഡിൽ എന്താണ്, 20 ആണ്. ഇനി 6 സെക്കൻഡിൽ എന്താണ്, 30 ആണ് വരുന്നത്. അതുപോലെ 10 സെക്കൻഡ് ആകുമ്പോൾ എവിടെയാണ് വരിക, 50ലാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ വാല്യൂസും എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഫിഗറിൻ്റെ സ്കെയിൽ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആയിരുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 1 സെക്കൻഡാക്കി എടുത്ത്. ഈ ഒരു ഫിഗർ എല്ലാവർക്കും ക്ലിയറായി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണുന്നില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ആ പിക്ചർ ക്ലാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ നെറ്റ്വർക്ക് ഓപ്ഷൻസ്, യൂട്യൂബിൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ ആ ഒരു ചേഞ്ച് ഒന്ന് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്റർ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്കെയിൽ ചേഞ്ച് ചെയ്തിട്ട് വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? വാല്യൂ എന്ന് പറയുന്നത് അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്, ഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആവും എപ്പോൾ നമ്മൾ ഈ ഒരു സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ നമുക്ക് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ സൈസ് വലുതായിട്ട് കാണാം. ഇതാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു കാറിൻ്റെ മോഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഡാറ്റ വെച്ചിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 0 സെക്കൻഡിൽ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. 2 സെക്കൻഡിൽ പൊസിഷൻ 5 മീറ്റർ ആണ്. 4 സെക്കൻഡിൽ 20 ആണ്. 6 സെക്കൻഡിൽ എന്താണ്, 26 ആണ്. 8 സെക്കൻഡിൽ 44, 10 സെക്കൻഡിൽ 50. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചോദിച്ചത്, ഈ കാറ് 3 സെക്കൻഡിലാകുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്കെയിൽ ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഇനി വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ 0 മുതൽ ഇവിടെ വരെ എന്താണ്, 2 സെക്കൻഡാണ്. പിന്നെ 3 സെക്കൻഡ് ഇവിടെ മാർക്ക് ചെയ്യാൻ നമുക്കറിയാലോ. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക ഈ ഗ്രാഫിലേക്ക്. അതിൽ നിന്ന് നമ്മൾ വൈയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 12.5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് 45 മീറ്റർ ഡിസ്റ്റൻസിൽ എത്ര സെക്കൻഡിലാണ് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഗ്രാഫിൽ 45 എന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ ഗ്രാഫിലേക്ക് വരയ്ക്കുക. അവിടുന്ന് താഴോട്ടേക്ക് എക്സ് ആക്സിസിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടും എന്താണ്, 8.4 സെക്കൻഡ് ആണെന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസും അതുപോലെ തന്നെ സെക്കൻഡ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈം പൊസിഷൻ ഗ്രാഫിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബോഡി യൂണിഫോം മോഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഒരു ബോഡി എന്ന് പറയുന്നത് നോൺ യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിലല്ല കിട്ടുക. ഇനി നമുക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ തന്ന ഡാറ്റയിൽ നിങ്ങൾ സ്വയം ഒന്ന് വരച്ച് നോക്കുക എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ച പോലെ തന്നെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കേണ്ടത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. അതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഓരോ സെക്കൻഡിലും, അതായത് ഇപ്പം 0 സെക്കൻഡിലും 10 ആണ് വെലോസിറ്റി വരുന്നത്, 2 സെക്കൻഡിലും 10 ആണ്, 4 സെക്കൻഡിലും 8 സെക്കൻഡിലും എല്ലാം 10 ആണ് വെലോസിറ്റി വരുന്നത്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഉള്ള ഒരു ഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം ഡിസ്പ്ലേസ്മെൻറ്റിന്, അതായത് വെലോസിറ്റി ഇൻറ്റു
ടൈമാണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, എ ബി ആണ്. ടൈം എന്ന് പറയുന്നത് എന്താണ്, എ ഡി ആണ്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ വെലോസിറ്റി എ ബി ആണ്, എ ഡി എന്ന് പറയുന്ന ടൈമാണ്. എ ബി ഇൻറ്റു എ ഡി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇനി ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഫ്രീലി ഫാളിങ് സ്റ്റോണിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഗ്രാഫ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ പി എസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ആദ്യം ഗ്രാഫ് നല്ല രീതിയിലൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇതിൽ എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസിൽ വെലോസിറ്റി ആണുള്ളത്. ഈ ഒരു പി എസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ക്യു ആർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫൈനൽ വെലോസിറ്റിയാണ്. അപ്പോൾ ക്യു എ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ക്യു ആർ എന്ന് ഈ ഒരു പോർഷൻ മൈനസ് ചെയ്താൽ മതിയല്ലോ, എ ആർ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഈ എ ആർ എന്ന് പറയുന്നത് പി എസിന് ഈക്വൽ ആണ്. അതായത് ഇതെന്താണ്, യു ആണ്, ഇത് വി ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വിന്ന് യു മൈനസ് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വിചാരിക്കാം. ഇപ്പോൾ ഇത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 2 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും, 5 - 2 3 ആയിരിക്കില്ലേ. ആ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എ ക്യൂയുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, എ ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് വി മൈനസ് യു ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ ചേഞ്ചിങ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മൈനസ് യു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എ ക്യൂ ആണ്. അപ്പോൾ എ ക്യൂ ബൈ ടൈമിന് ഇവിടെ എന്താണ്, എസ് ആർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യൂ ബൈ എസ് ആർ ആണ്. ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് വി മൈനസ് യു ബൈ ടി ആണെങ്കിൽ അതിൽ നിന്ന് ഫൈനൽ വെലോസിറ്റി കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ സെക്കൻഡ് ഇക്വേഷൻ ആണ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു ടൈം പൊസിഷൻ ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പോർഷൻ മാത്രം നമ്മൾ മാറ്റി വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഫിഗർ എന്താണ്, ട്രിപ്പീസിയമാണ്. ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പോൾ നമുക്ക് എസ് ആർ ആണ് ഇവിടെ എച്ച് ആക്കി എടുക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ളത് പി എസ് ആണ്, ബി എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യു ആർ ആണ്. കഴിഞ്ഞ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് ഇക്വേഷൻ ഡെറിവേഷനിൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ്, യു ആണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇതെന്താണ്, ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു ട്രിപ്പീസിയത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ ഓഫ് ട്രിപ്പീസിയത്തിൻ്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് വി എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് യു പ്ലസ് എ ടി ആണ്. അപ്പോൾ വിക്ക് പകരം നമ്മൾ യു പ്ലസ് എ ടി എന്ന് കൊടുത്തു. ഹാഫ് ഇൻറ്റു ടി യു പ്ലസ് എ ടി എന്ന് വന്നു. യു പ്ലസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2u പ്ലസ് എ ടി ആണ്. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 2u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു 2u പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻസ് ഓഫ് മോഷനിലെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണുള്ളത്, അതിൻ്റെ ആക്സിലറേഷൻ 5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റിയാണ് 0 എന്ന് പറയുന്നത്, ആക്സലറേഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഫൈനൽ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി, യു പ്ലസ് എ ടി ചെയ്താൽ മതി. അപ്പോൾ ടി നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്. അപ്പോൾ യു എന്ന് പറയുന്നത് 0 പ്ലസ് എ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 3. അപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു ഗ്രാഫ് നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈം ഇൻ്റർവൽ
0 to 2 സെക്കൻഡ് 0 to 2 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ut + ½ at² ആണ്. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ അറിയില്ലല്ലോ, അപ്പോൾ ആക്സലറേഷൻ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 20 ആണ് കിട്ടുന്നത്. അപ്പോൾ v - u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, ടൈം എന്ന് പറയുന്നത് എന്താണ്, 2 സെക്കൻഡ് /2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് 10 m/s² ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഇനി ut + ½ at² യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഓരോ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0, ടൈം 2, അപ്പോൾ 0 × 2 + ½ ആക്സിലറേഷൻ 10 × t². എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഇപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ തേർഡ് ഇക്വേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം S = ½ × t × u + v. അതായത് ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ഇക്വേഷൻ മാറിയിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് വേറെ ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെന്തായിരുന്നു, S = ut + ½ at² ആയിരുന്നു അത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ നിന്ന് ടിയുടെ വാല്യൂ കണ്ടെത്തിയിട്ട് ഈ ഒരു ഇക്വേഷനിൽ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പുതിയൊരു ഇക്വേഷൻ കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ആക്സിലറേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് a = v - u/t ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടിയുടെ വാല്യൂ കണ്ടെത്താമല്ലോ. ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും. t = v - u/a ആണ്. അപ്പോൾ ഈ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ½ × v - u/a × v + u എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ½ × v - u × v + u/a എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് a + b × a - b എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, v² - u² എന്ന് എഴുതാം. അതായത് നമുക്കറിയാം a + b × a - b എന്ന് പറയുന്നത് a² - b² ആണെന്നുള്ള ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചേഞ്ച് നടത്തുന്നത്. അതായത് v² - u²/2a എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് S = v² - u²/2a എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2a നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2as = v² - u² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് v² ഫൈനൽ വെലോസിറ്റീൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായിട്ട് ഈ ഒരു -uനെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ +u ആവും, അതായത് +u² ആവും. അപ്പോൾ v² = u² + 2as ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്, ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.